അഭിമാനമായത് നരേന്ദ്രമോദിയുടെ വരവോടെയാണ് എന്ന് പറഞ്ഞാൽ അതിൽ തെല്ലും അതിശയോക്തിയില്ല. ആഗോള റെയിൽവേ ഭൂപടത്തിൽ വളരെ വലിയൊരു മാറ്റത്തിന് ഒരുങ്ങുകയാണ് ഇപ്പോൾ ഭാരതം. എന്താണ് ആ മാറ്റമെന്ന് അറിയണ്ടേ? വിദേശ രാജ്യങ്ങളുടെ സാങ്കേതിക സഹായമില്ലാതെ ഭാരതം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സ്വദേശി ബുള്ളറ്റ് ട്രെയിൻ ഇത് 2027 പാളത്തിലിറങ്ങും. നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് സങ്കല്പത്തിന് കരുത്തു പകരുന്ന ഈ പദ്ധതി വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്ന പഴയ രീതിയിൽ നിന്നുള്ള ഇന്ത്യയുടെ വലിയൊരു മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽവേയുടെ നാടിലാണ് ഈ അത്യാധുനിക ട്രെയിൻ സർവീസ് നടത്തുക. ജപ്പാന്റെ ഷിൻകാൻസൻ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കി തുടങ്ങിയ പദ്ധതിയിൽ ഭാരതീയ എഞ്ചിനീയറിംഗിന്റെ കരുത്തിൽ നിർമ്മിച്ച വന്ദേ ബുള്ളറ്റ് ട്രെയിൻ സെറ്റുകൾ കൂടി എത്തുന്നതോടെ രാജ്യം അഭിമാന നിമിഷത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി പൊതുമേഖലാ സ്ഥാപനമായ ബെമലും സംയുക്തമായാണ് ബുള്ളറ്റ് ട്രെയിനിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും വഹിക്കുന്നത്. 2024 ബെമലിന് ലഭിച്ച 866 കോടി രൂപയുടെ കരാർ പ്രകാരം ട്രെയിനുകളുടെ പ്രോട്ടോടൈപ്പ് നിർമ്മാണം വളരെ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഭാരതത്തിന്റെ കാലാവസ്ഥ, ഭൂപ്രകൃതി ഇതിനൊക്കെ അനുയോജ്യമായ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. കടുത്ത ചൂട്, പൊടിപടലങ്ങൾ, കനത്ത മഴ ഇവയെ പ്രതിരോധിക്കാനും -5 ഡിഗ്രി മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ സുഗമമായി പ്രവർത്തിക്കാനും ഈ ട്രെയിനുകൾക്ക് സാധിക്കും. മണിക്കൂറിൽ 280 കിലോമീറ്റർ വേഗതയിൽ കുതിക്കാൻ ശേഷിയുള്ള ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനും മുൻഗണന നൽകിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 2026 അവസാനമോ 2027 ആദ്യമോ ട്രെയിനിന്റെ ആദ്യഘട്ട പരീക്ഷണങ്ങൾ പൂർത്തിയാകും. തുടർന്ന് 2027 ഓഗസ്റ്റ് മാസത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിയുടെ 80ാം വാർഷിക ആഘോഷങ്ങൾക്കൊപ്പം സൂറത്ത് വാപി സെക്ഷനിൽ ആദ്യ സർവീസ് ആരംഭിക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. നിലവിൽ 7 മണിക്കൂറോളം വേണ്ടിവരുന്ന മുംബൈ അഹമ്മദാബാദ് യാത്ര വെറും 2-3 മണിക്കൂറായി ചുരുങ്ങും. ഇത് വ്യോമയാന മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാവുകയും റെയിൽവേയെ പ്രീമിയം യാത്രാ സംവിധാനമായി മാറ്റുകയും ചെയ്യും. വെറും വേഗത മാത്രമല്ല, രാജ്യത്തിന്റെ സ്വന്തം എഞ്ചിനീയറിംഗ് മികവിനെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള അവസരം കൂടിയാണിത്. മുംബൈ അഹമ്മദാബാദ് ഇടനാഴിക്ക് പുറമെ ഡൽഹി, വാരണാസി, മുംബൈ, പൂനെ ഉൾപ്പെടെ 7ഓളം പുതിയ ഹൈസ്പീഡ് റൂട്ടുകൾ കൂടി 2026 കേന്ദ്ര ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. വരും ദശകത്തിൽ ഭാരതത്തെ ബുള്ളറ്റ് ട്രെയിൻ ശൃംഖലയാൽ ബന്ധിപ്പിക്കാനാണ് മോദി സർക്കാരിന്റെ നീക്കം. റെയിൽവേ സാങ്കേതിക വിദ്യ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തു നിന്നും ഭാവിയിൽ ലോക രാജ്യങ്ങളിലേക്ക് ബുള്ളറ്റ് ട്രെയിനുകൾ കയറ്റുമതി ചെയ്യുന്ന കരുത്തനായി ഭാരതം മാറും എന്നതാണ് ഓരോ ഭാരതീയന്റെയും പ്രതീക്ഷയും അഭിമാനവും. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരൊറ്റ വികാരമായി ഭാരതത്തെ കൂട്ടിയിണക്കുന്ന ആധുനിക റെയിൽവേയുടെ കുതിപ്പ് ഇന്ത്യയുടെ പ്രഖ്യാപനം കൂടിയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.